ശ്രീ പ്രകാശൻ മാസ്റ്റർ, വ്യവസ്ഥാപിതമായ അഴിമതി ചുമലിലേറ്റി എന്ന് ഞാൻ പറയാനൊരു കാരണമുണ്ട്. അഴിമതി സ്വാഭാവികമാണ് എന്ന തരത്തിൽ ദഹിച്ചു പോയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിന്. പക്ഷേ ഇതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യം, ഇതിനൊരു കരാറുണ്ട് എന്നുള്ളതാണ്. ജോലിക്ക് നിയമനത്തിന് വേണ്ടി പണം കൊടുക്കുന്നു, നിയമനമില്ലെങ്കിൽ ആ പണം തിരിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കരാറിൽ ഏർപ്പെടുകയാണ്. അങ്ങനെ കരാറിൽ ഏർപ്പെട്ട അഴിമതി നടത്തുക, അത് പാർട്ടിയുടെ പരാധീനത തീർക്കാനെന്ന് പാർട്ടി നേതൃത്വത്തെ ഒരാൾ എഴുതി അറിയിക്കുക, അതിനുശേഷം മറ്റാരും അതായത് ഇത് വീതം വെച്ചു കിട്ടിയപ്പോൾ അത് കയ്യേറ്റു വാങ്ങിയവരാരും ജോലി കിട്ടാതെ ആളുകൾ പ്രശ്നമുണ്ടാക്കി തുടങ്ങിയപ്പോൾ അതിന് പരിഹാരം കാണാതെ വന്നപ്പോൾ സ്വന്തം ആസ്തി വിറ്റതിന് പരിഹാരം കാണുക, കടക്കണി കൊണ്ട് മുടിയുക, വലയുക, മറ്റു നിവൃത്തിയില്ലാതെ വയ്യാത്തൊരു മകന് കൂടി അവൻ്റെ കൂടി ജീവൻ ബലി കൊടുത്ത് ആത്മഹത്യ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിനപ്പുറത്ത് വ്യവസ്ഥാപിതമായ എന്ത് അഴിമതിയാണ് ഉണ്ടാവേണ്ടത്? ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറയേണ്ടതുണ്ട്. ഒന്ന്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ കൊടുമ്പിരിക്കൊണ്ടൊരു ചർച്ച ഈ വിഷയം സംബന്ധിച്ച് നടക്കുകയാണ്. നിർഭാഗ്യവശാൽ CPM-ഓ ഇടതുപക്ഷമോ ആണെങ്കിൽ വളരെ സജീവമായ വിഷയമായി മാതൃഭൂമി ചർച്ച ചെയ്യുമായിരുന്ന ഒരു വിഷയം ഇന്ന് മാത്രമേ മാതൃഭൂമിക്ക് ചർച്ചക്കെടുക്കാൻ തോന്നിയുള്ളൂ എന്നുള്ളത് പ്രേക്ഷകർ കൂടി അറിയേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത്, വ്യവസ്ഥാപിതമായ അഴിമതി എന്ന് പറയുന്ന കാര്യത്തോട് ഞാൻ യോജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ കണ്ണൂർ ജില്ല നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ ധാരാളം സഹകരണ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ജില്ലയാണ്. നൂറുകണക്കിന് സ്ഥാപനങ്ങൾ ഭരിക്കുന്നത് ഞങ്ങളുടെ പാർട്ടിയാണ്. ഞങ്ങൾക്ക് ഉറപ്പിച്ച് പറയാൻ വേണ്ടി കഴിയും, സഹകരണ സ്ഥാപനങ്ങളിലെ നിയമനങ്ങളിൽ ഒരു പൈസ പോലും കൈക്കൂലി വാങ്ങുന്ന ഒരു നിലപാട് സ്വീകരിക്കുന്ന പാർട്ടിയല്ല CPIM. ഇനി CPIM-ൻ്റെ പേരിൽ ഏതെങ്കിലും ആളുകൾ അത്തരം അന്യായം കാണിച്ചുവെങ്കിൽ അതൊന്നും കണ്ടില്ലെന്ന് നടിക്കുന്ന ഒരു നിലപാട് CPM ഒരിക്കലും സ്വീകരിക്കാറില്ല. അത്തരം കാര്യങ്ങൾ കർശനമായ നിലക്കുള്ള നിലപാടും നടപടിയും ഏതെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ CPM എടുക്കുമെന്നതിൽ യാതൊരു തർക്കത്തിനും അവകാശമില്ല. ഇവിടെ വന്നിരിക്കുന്ന കാര്യം എന്താ? ഇവിടെ വന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് ഈ അഴിമതി വ്യവസ്ഥാപിതമാണോ എന്നുള്ളത് പറയേണ്ടത് അവരാണ്. പക്ഷേ പല സ്ഥാപനങ്ങളിലും കോൺഗ്രസിൻ്റെ ആളുകൾ നിയമനത്തിന് കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളത് നമ്മുടെ ജില്ലയുടെ കൂടി ഒരു അനുഭവമാണ്. ഇവിടെ വന്നിരിക്കുന്ന വിഷയം എന്താ? ഒരു സ്ഥാപനത്തിൽ സീറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കാൻ അന്യായമായ മാർഗം സ്വീകരിച്ചുകൊണ്ട് അവിടെ നിലവിലുള്ള ഭരണസമിതിയെ പിരിച്ചുവിട്ട് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വരുന്നു. അതിന് ചുമതലക്കാരനാണ് വിജയൻ. ആ വിജയൻ 22 പുതിയ പോസ്റ്റുകൾ ഉണ്ടാക്കി അവിടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് ആവശ്യമായിട്ട് ഏർപ്പാടുകൾ ചെയ്യുന്നു. പക്ഷേ അവിടെ കോൺഗ്രസിന് ഭരണം തിരിച്ചു കിട്ടുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ ഈ അധികാരം പിടിക്കുന്നതിന് വേണ്ടിയുള്ള 32 ലക്ഷം രൂപ അത് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായിട്ട് വന്നിട്ടുള്ള ആളെന്നുള്ള നിലക്ക് വിജയൻ കയ്യേൽക്കേണ്ടി വരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറഞ്ഞ് 2-3 സന്ദർഭങ്ങൾ, അദ്ദേഹത്തിൻ്റെ കത്ത് പരിശോധിക്കുമ്പോൾ ഒരു സന്ദർഭത്തിൽ മാത്രമല്ല 2-3 സന്ദർഭങ്ങളിലായിട്ട്, ഇപ്പോൾ ബത്തേരി അർബൻ ബാങ്കിലെ അനധികൃത നിയമനത്തിന് 17 പേരുടെ ലിസ്റ്റ് നേരത്തെ നൽകിയെന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, അവിടുത്തെ മുൻ പ്രസിഡൻ്റായിട്ടുള്ള ഡോക്ടർ സണ്ണി ജോർജാണ്. ഇവിടെ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, വളരെ കൃത്യമായ നിലക്ക് അദ്ദേഹത്തിൻ്റെ കത്തിൽ പറയുന്നുണ്ട്. KK ഗോപിനാഥ് മാസ്റ്റർ, മുൻ DCC പ്രസിഡന്റ്, ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിൽ വാങ്ങിയിരിക്കുന്ന 15 ലക്ഷം രൂപ അദ്ദേഹത്തിന് എങ്ങനെ ബാധ്യത വന്നു എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് IC ബാലകൃഷ്ണനെതിരായിട്ട് ഗൗരവമായിട്ടുള്ള ആക്ഷേപം, 7 ലക്ഷം രൂപ വാങ്ങിച്ച കേസ് വന്നപ്പോൾ 2 ലക്ഷം രൂപ പണമായിട്ട് കൊടുക്കുകയും ബാക്കി പൈസക്ക് എൻ്റെ ചെക്ക് കൊടുക്കുകയും ചെയ്തു. അതാണ് മറ്റൊരു ബാധ്യത. അതുപോലെ തന്നെ അർബൻ ബാങ്കിൽ ജോലിക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന 10 ലക്ഷം രൂപ അതും മറ്റ് ആളുകൾ പറഞ്ഞ് വാങ്ങിച്ചിരിക്കുന്നതാണ്. അതെല്ലാം തൻ്റെ തലയിൽ വന്നതിൻ്റെ ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ പറയുന്നത് 2.5 കോടിയുടെ ബാധ്യത ഉണ്ടായി എന്നാണ്. അദ്ദേഹത്തിന് കത്ത് പരിശോധിച്ചാൽ കാണാം, അര നൂറ്റാണ്ട് കാലം, 50 വർഷക്കാലം ഈ പാർട്ടിക്ക് വേണ്ടി സേവനം നടത്തിയിട്ടുള്ള എന്നോട് കാണിച്ചിരിക്കുന്ന അന്യായം. ഇപ്പോൾ ഇവിടെ നിങ്ങൾ പറഞ്ഞല്ലോ, മകന് മാനസികമായിട്ട് അസ്വസ്ഥയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ആ മകനോട് കാണിച്ച ക്രൂരത, തന്നോട് കാണിച്ച ക്രൂരത, അതെല്ലാം ആ കത്തിനകത്ത് പറയുന്നുണ്ട്. 7 കൊല്ലക്കാലം ഒരു സ്ഥാപനത്തിൽ താൽക്കാലികമായി പ്രവർത്തിച്ച മനുഷ്യനെ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആ സമയത്ത് ഈ അച്ഛൻ ആ ബാങ്കിലെ അവിടെ ജില്ലയിലെ ട്രഷറാണ്, KPC ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ. കത്ത് കൊടുത്തിരിക്കുന്ന ആരാ? ഇവനെ എല്ലാം നിയമിക്കേണ്ടത് എന്ന് പറഞ്ഞ് കത്ത് കൊടുത്തിരിക്കുന്നത് DCC പ്രസിഡന്റാണ്. താൻ പോലും അറിയാതെ വേറെ ആൾ നിയമിക്കാൻ വേണ്ടി കത്ത് കൊടുത്തു എന്നുള്ളത് കത്തെല്ലാം ഇപ്പോൾ പരസ്യപ്പെട്ട് വന്നല്ലോ. അപ്പോൾ എത്രമാത്രം കടുത്ത അന്യായമാണ് ഒരു മനുഷ്യനോട്, സാധാരണ മനുഷ്യനോട് പോലും ചെയ്യാൻ പാടില്ലാത്ത എന്ത് അന്യായമാണ് ഇവിടെ അദ്ദേഹത്തോട് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന്റെ കത്തിലൂടെ വ്യക്തമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം പലവട്ടം ഈ കാര്യം അധികാരിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. പക്ഷേ ഒരിക്കലും പരിഹാരമുണ്ടായില്ല. അവസാനം 10 ദിവസക്കാലം കൂടി ടൈം കൊടുത്തിട്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തു. അതിദയനീയമാണ്. ഇത്തരം കാര്യങ്ങൾ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി കാണിക്കുന്ന തികച്ചും മനുഷ്യത്വരഹിതവും അന്യായമായ നിലപാടിൻ്റെ രക്തസാക്ഷിയാണ്
ഈ പറയുന്ന വിജയൻ എന്നുള്ളതാണ് എന്നുള്ളതാണ് പകൽ വെളിച്ചം CPM. പോലെ വ്യക്തമായിട്ടുള്ള ശരി, ഒരു യാഥാർത്ഥ്യം. അതാണ്